വെൽക്കം ടു അത്തരാശി ഹിനോഡെ ബൈ T3 സൊല്യൂഷൻസ്. ഇന്ന് നമുക്ക് 7th ഗ്രേഡ് CBSE NCERT മാത്സ് എക്സസൈസ് 9.2 14th ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ വായിക്കാം. എ സർക്കുലർ ഫ്ലവർ ഗാർഡൻ ഹാസ് ആൻ ഏരിയ ഓഫ് 314 meter square. എ സ്പ്രിംഗ്ലർ at the center of the garden can cover an area that has a radius of 12 meters. Will the sprinkler water the entire garden? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതാണ് ഇവിടുത്തെ സർക്കുലർ ഗാർഡൻ എന്ന് വിചാരിക്കുക. ഈ ഗാർഡൻ്റെ ഏരിയ തന്നിട്ടുണ്ട് അല്ലേ? എത്രയാ? 314 meter square. ഗാർഡന് നടുവിൽ ഒരു സ്പ്രിംഗ്ലറും ഉണ്ട്. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഈ സ്പ്രിംഗ്ലർ ഈ ഗാർഡനെ മുഴുവനായും നനയ്ക്കുമോ? ഇനി അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ഇവിടെ ഞാൻ രണ്ടുപേരെ പരിചയപ്പെടുത്താം. ഒരാൾ അച്ചു, മറ്റേയാൾ തോക്കി. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് അവരോട് ചോദിക്കാം. ഇത് സോൾവ് ചെയ്യാൻ അച്ചു പറയുന്നത് ഏരിയാസ് കമ്പയർ ചെയ്താൽ മതി എന്നാണ്. പക്ഷെ തോക്കി പറയുന്നത് റേഡിയൈ കമ്പയർ ചെയ്താൽ മതി എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ആരുടെ മെത്തേഡാണ് കറക്റ്റ് എന്ന് നോക്കാം. ആദ്യം നമുക്ക് അച്ചുവിൻ്റെ മെത്തേഡ് നോക്കാം. അച്ചു പറയുന്നത് ഏരിയാസ് കമ്പയർ ചെയ്യണം എന്നല്ലേ? ഇവിടെ ഗാർഡൻ്റെ ഏരിയ തന്നിട്ടുണ്ട് അല്ലേ? ഇനി ഈ ഏരിയയെ നമുക്ക് വേറെ ഏത് ഏരിയയുമായാണ് കമ്പയർ ചെയ്യേണ്ടത്? അതായത് ഈ ഗാർഡൻ്റെ ഏരിയയെ ഈ സ്പ്രിംഗ്ലറിന് നനയ്ക്കാൻ പറ്റുന്ന ഏരിയ ഉണ്ടല്ലോ, അതുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. ഇനി ഇതാണ് സ്പ്രിംഗ്ലറിന് നനയ്ക്കാൻ പറ്റുന്ന ഏരിയ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സ്പ്രിംഗ്ലറിന് ഈ ഗാർഡൻ മുഴുവൻ നനയ്ക്കാൻ പറ്റുമോ? ഇല്ല, കാരണം ഗാർഡൻ്റെ ഏരിയ ഈ ഏരിയയേക്കാൾ വലുതാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ ആയാലോ? ഇപ്പോൾ രണ്ട് ഏരിയാസും ഈക്വലായി അല്ലേ? അപ്പോൾ സ്പ്രിംഗ്ലറിന് ഗാർഡൻ മുഴുവനായും നനയ്ക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഈ സ്പ്രിംഗ്ലറിന് നനയ്ക്കാൻ പറ്റുന്ന ഏരിയ ഗാർഡൻ്റെ ഏരിയയേക്കാൾ കൂടുതലായാലും ഈ സ്പ്രിംഗ്ലറിന് ഗാർഡൻ ഫുള്ളായും നനയ്ക്കാൻ പറ്റും അല്ലേ? അതായത് ഈ സ്പ്രിംഗ്ലറിന് നനയ്ക്കാൻ പറ്റുന്ന ഏരിയ എന്നത് ഗാർഡൻ്റെ ഏരിയയോട് ഈക്വലോ അല്ലെങ്കിൽ ഗാർഡൻ്റെ ഏരിയയേക്കാൾ കൂടുതലോ ആണെങ്കിൽ ഈ സ്പ്രിംഗ്ലറിന് ഈ ഗാർഡനെ ഫുള്ളായും നനയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഏരിയാസ് കമ്പയർ ചെയ്യാം. അതിന് ഏരിയ ഓഫ് ദ ഗാർഡൻ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഏത് ഏരിയ കണ്ടുപിടിക്കേണ്ടത്? സ്പ്രിംഗ്ലറിന് നനയ്ക്കാൻ പറ്റുന്ന ഏരിയ, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഈ ഏരിയയും സർക്കുലർ ഷേപ്പിലല്ലേ? അപ്പോൾ എന്താ ഫോർമുല? പൈ ആർ സ്ക്വയർ അല്ലേ? ദറ്റ് ഈസ് ഈക്വൽ ടു പൈ എത്രയാ? 3.14 ഇൻറ്റു ആർ സ്ക്വയർ മീൻസ് ആർ ഇൻറ്റു ആർ. ആർ എന്താ ഇവിടെ? റേഡിയസ് അല്ലേ? അത് തന്നിട്ടുണ്ട്. എത്രയാണ് റേഡിയസ്? റേഡിയസ് ഈസ് 12 meters. സോ 12 meters ഇൻറ്റു 12 meters. ഇത് ചെയ്താൽ നമുക്ക് ഈ സ്പ്രിംഗ്ലറിന് നനയ്ക്കാൻ പറ്റുന്ന അത്രയും ഏരിയ നമുക്ക് കിട്ടും. ഈ ഏരിയ ഗാർഡൻ്റെ ഏരിയയേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ ഈക്വലോ ആണെങ്കിൽ ഈ സ്പ്രിംഗ്ലറിന് ഗാർഡനെ ഫുള്ളായും നനയ്ക്കാൻ പറ്റും. അടുത്തത് തോക്കിയുടെ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. തോക്കി എന്താ പറയുന്നത്? റേഡിയൈ കമ്പയർ ചെയ്താൽ മതി എന്നാണ്. ഇവിടെ നമുക്കൊരു റേഡിയസ് അറിയാം അല്ലേ? 12 meters. അത് ഏതിൻ്റെ റേഡിയസാണ്? സ്പ്രിംഗ്ലറിന് നനയ്ക്കാൻ പറ്റുന്ന ഏരിയയുടെ റേഡിയസാണ് 12 meters. നമുക്ക് ഈ റേഡിയസ് ഗാർഡൻ്റെ റേഡിയസുമായി കമ്പയർ ചെയ്യണം. ഇനി ഗാർഡൻ്റെ റേഡിയസ് എങ്ങനെ കണ്ടുപിടിക്കും? അതിന് നമുക്ക് അച്ചുവിൻ്റെ മെത്തേഡിലോട്ടൊന്ന് തിരിച്ചു പോകാം. ഇവിടെ സ്പ്രിംഗ്ലറിന് നനയ്ക്കാൻ പറ്റുന്ന ഏരിയ ഗാർഡൻ്റെ ഏരിയയോട് ഈക്വലോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ആണെങ്കിൽ സ്പ്രിംഗ്ലറിന് ഗാർഡനെ മുഴുവനായും നനയ്ക്കാൻ പറ്റുമെന്ന് കിട്ടി അല്ലേ? ഇനി രണ്ട് ഏരിയകളും ഈക്വലായാൽ റേഡിയസുകൾ എങ്ങനെയായിരിക്കും? അതും ഈക്വലായിരിക്കും. ഇവിടെ സ്പ്രിംഗ്ലറിന് നനയ്ക്കാൻ പറ്റുന്ന ആ റേഡിയസ് 12 meters അല്ലേ? അപ്പോൾ ഗാർഡൻ്റെ റേഡിയസും 12 meters ആയിരിക്കും. ഇനി സ്പ്രിംഗ്ലറിന് നനയ്ക്കാൻ പറ്റുന്ന ഏരിയ ഗാർഡൻ്റെ ഏരിയയേക്കാൾ കൂടുതലാണെങ്കിൽ ഗാർഡൻ്റെ റേഡിയസ് 12 metersനേക്കാൾ കുറവായിരിക്കും. അപ്പോൾ ഈ ഗാർഡൻ്റെ റേഡിയസ് എന്നത് 12 meters ഓർ ലെസ് ദാൻ 12 meters ആണെങ്കിൽ ഈ സ്പ്രിംഗ്ലർ ഗാർഡനെ മുഴുവനായും നനയ്ക്കും. അപ്പോൾ ഇനി ഗാർഡൻ്റെ റേഡിയസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നമുക്ക് ഏരിയ തന്നിട്ടുണ്ട് അല്ലേ ഗാർഡൻ്റെ? അപ്പോൾ ഇവിടെ ഫോർമുല എഴുതാം.
pi r square equal to 314 meter square. That is pi എത്രയാ 3.14 into r square equal to 314 meter square. നമുക്കിവിടെ r square കണ്ടുപിടിക്കേണ്ടത്, അപ്പോൾ അത് ഇവിടെ തന്നെ കീപ്പ് ചെയ്യാം. ദാറ്റ് ഈസ് r square equal to 314 meter square divided by 3.14. ഇത് ചെയ്യുമ്പോൾ നമുക്ക് റേഡിയസ് അതിൻ്റെ വാല്യൂ കിട്ടും. ആ റേഡിയസ് എന്നത് 12 മീറ്റേഴ്സ് ഓർ ലെസ് ദാൻ 12 മീറ്റേഴ്സ് ആണെങ്കിൽ ഈ സ്പ്രിംഗ്ലർ ഗാർഡനെ മുഴുവനായും നനയ്ക്കുമെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാം. ആദ്യം അച്ചുവിൻ്റെ മെത്തേഡ് നോക്കാം. ഏരിയ ഓഫ് ദ സർക്കുലർ ഗാർഡൻ ഈക്വൽ ടു എത്ര തന്നിരിക്കുന്നത് 314 മീറ്റർ സ്ക്വയർ. ഇവിടെ നമ്മൾ ഏരിയാസ് അല്ലേ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് സ്പ്രിംഗ്ലറിനെ നനയ്ക്കാൻ പറ്റുന്ന ആ ഏരിയ ആണ്. അപ്പോൾ അതിൻ്റെ റേഡിയസ് ആദ്യം എഴുതാം. റേഡിയസ് ഈക്വൽ ടു എത്ര തന്നിരിക്കുന്നത് 12 മീറ്റേഴ്സ്. ഇനി നമുക്ക് സ്പ്രിംഗ്ലറിനെ നനയ്ക്കാൻ പറ്റുന്ന ആ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഈക്വൽ ടു ഫോർമുല എന്താ, പൈ ആർ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ എത്രയാ 3.14 ഇൻറ്റു റേഡിയസ്. റേഡിയസ് ഇവിടെ എത്ര തന്നിരിക്കുന്നത് 12 മീറ്റേഴ്സ്. So 12 meters into 12 meters that is equal to 3.14 into 12 12s are 144 meter into meter, meter square. ഇനി നമുക്ക് 3.14ഉം 144ഉം മൾട്ടിപ്ലൈ ചെയ്യണം. 314 into 144. 4 4s are 16, 4 1s are 4, 4 plus 1 5, 4 3s are 12. Again 4 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യേണ്ട. അപ്പോൾ ഇത് തന്നെ എഴുതാം. 6 5 2 1. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 1 3. ആഡ് ചെയ്താൽ 6 plus 5 11, 4 plus 5 9, 9 plus 2 11 plus 1 12, 2 plus 2 4 plus 1 5 plus 1 4. That is equal to 4 5 2 1 6. ഇനി നമുക്ക് ഡെസിമൽ മാർക്ക് ചെയ്യണം. അതിനിവിടെ 3.14 ഡെസിമലിന് ശേഷം 2 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പം നമ്മളുടെ ആൻസറിൽ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിൽ നിന്ന് 1 2 ഇവിടെ ഡെസിമൽ ഇടാം. ദാറ്റ് മച്ച് മീറ്റർ സ്ക്വയർ. അപ്പോൾ സ്പ്രിംഗ്ലറിന് നനയ്ക്കാൻ പറ്റുന്ന ഏരിയയാണ് 452.16 മീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് ഏരിയാസ് കമ്പയർ ചെയ്യാം. ഇവിടെ ഏരിയ ഓഫ് ദ സർക്കുലർ ഗാർഡൻ അതെത്രയാ 314 മീറ്റർ സ്ക്വയർ. ഏരിയ ദാറ്റ് ക്യാൻ ബി കവേർഡ് ബൈ ദ സ്പ്രിംഗ്ലർ അതെത്രയാ 452.16 മീറ്റർ സ്ക്വയർ. ഈ ഏരിയ അല്ലേ കൂടുതൽ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, സിൻസ് ദ ഏരിയ ദാറ്റ് ക്യാൻ ബി കവേർഡ് ബൈ ദ സ്പ്രിംഗ്ലർ അതെത്രയാ 452.16 മീറ്റർ സ്ക്വയർ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഏരിയ ഓഫ് ദ സർക്കുലർ ഗാർഡൻ എത്രയാ 314 മീറ്റർ സ്ക്വയർ. ദ sprinkler will water the entire garden. അടുത്തത് നമുക്ക് തോക്കിയുടെ മെത്തേഡ് ചെയ്ത് നോക്കാം. തോക്കി പറഞ്ഞത് റേഡിയൈ കമ്പയർ ചെയ്യാനാണ്. ഇവിടെ ഓൾറെഡി നമുക്കൊരു റേഡിയസ് ഉണ്ട് 12 മീറ്റേഴ്സാണ്. ഇനി നമുക്ക് ഗാർഡൻ്റെ റേഡിയസ് കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എഴുതാം
റേഡിയസ്, അതായത് സ്പ്രിംഗ്ലറിന് നനയ്ക്കാൻ പറ്റുന്ന ആ ഏരിയയുടെ റേഡിയസാണ് ഇവിടെ എഴുതുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം എത്രയാ 12 മീറ്റേഴ്സ്. അടുത്ത് നമുക്ക് സർക്കുലർ ഗാർഡൻ്റെ റേഡിയസാണ് വേണ്ടത്. അതിന് നമുക്ക് ആദ്യം ഗാർഡൻ്റെ ഏരിയ എഴുതാം. ഏരിയ ഓഫ് ദ സർക്കുലർ ഗാർഡൻ ഈക്വൽ ടു 314 മീറ്റർ സ്ക്വയർ. ഇനി ഇവിടെ ഫോമുല എഴുതാം. ദാറ്റ് ഈസ് പൈ ആർ സ്ക്വയർ ഈക്വൽ ടു 314 മീറ്റർ സ്ക്വയർ. പൈ എത്രയാ? 3.14 ഇൻറ്റു ആർ സ്ക്വയർ ഈക്വൽ ടു 314 മീറ്റർ സ്ക്വയർ. നമുക്കിവിടെ റേഡിയസ് ആണ് വേണ്ടത്. അപ്പോൾ ആർ സ്ക്വയർ ഇവിടെ തന്നെ കീപ്പ് ചെയ്യാം. ആർ സ്ക്വയർ ഈക്വൽ ടു 314 മീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലുള്ള 3.14നെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 3.14ഉം ആർ സ്ക്വയറും കമ്പൈൻഡ് ആയിരിക്കുന്നത് മൾട്ടിപ്ലിക്കേഷനിലൂടെ അല്ലേ. അപ്പോൾ നമ്മൾ 3.14നെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഡിനോമിനേറ്ററിൽ എഴുതണം. ദാറ്റ് ഈസ് 314 മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3.14. ഇനി നമുക്കിത് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഈ ഡിവിഷൻ ചെയ്യാൻ ഈ ഡിനോമിനേറ്റർ ഒരു ഡെസിമൽ നമ്പർ അല്ലേ, അപ്പോൾ നമുക്കതിനെ ഹോൾ നമ്പറാക്കി മാറ്റണം. അതിന് ഈ ഡിനോമിനേറ്ററിൽ ഡെസിമലിന് ശേഷം എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന് നോക്കണം. ഇവിടെ ഡെസിമലിന് ശേഷം 2 ഡിജിറ്റ്സ് ഉണ്ട് അല്ലേ. ഏതൊക്കെയാ? 1 and 4. അപ്പോൾ ഈ 3.14നെ ഹോൾ നമ്പറാക്കി മാറ്റാൻ ഇവിടെ ഡെസിമലിന് ശേഷം 2 ഡിജിറ്റ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ 3.14നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ഡിനോമിനേറ്റർ നമുക്ക് എങ്ങനെ എഴുതാം? 3.14 ഇൻറ്റു 100. ദെൻ വി ഹാവ് ടു മൾട്ടിപ്ലൈ ന്യൂമറേറ്റർ ആൾസോ വിത്ത് 100. ദാറ്റ് ഈസ് 314 ഇൻറ്റു 100. ദാറ്റ് മച്ച് മീറ്റർ സ്ക്വയർ. ഇനി ഈ 3.14നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ആദ്യം ആ ഡിജിറ്റ്സ് അങ്ങനെ തന്നെ എഴുതാം. അതായത് 3, 1, 4. ഇനി ഈ 4ന് ശേഷം 2 സീറോസ് ഇട്ടാൽ മതി. ഇനി നമുക്ക് ഡെസിമൽ മാർക്ക് ചെയ്യണം. അതിന് ഇവിടെ 3.14ൽ ഡെസിമലിന് ശേഷം 2 ഡിജിറ്റ്സ് ഉള്ളതുകൊണ്ട് റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിൽ നിന്ന് 1, 2 ഇവിടെ ഡെസിമൽ ഇടാം. ഇനി ന്യൂമറേറ്റർ എന്തായിരിക്കും? 3, 1, 4. ഇനി 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഇവിടെ 2 സീറോ എഴുതിയാൽ മതി. ദാറ്റ് മച്ച് മീറ്റർ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 31,400 ഡിവൈഡഡ് ബൈ 314. ദാറ്റ് മച്ച് മീറ്റർ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് 314, 314 ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ ന്യൂമറേറ്റർ ആദ്യം എഴുതിയതുപോലെ തന്നെ എഴുതാം. 314 ഇൻറ്റു 100. ഇവിടെ 31,400 എന്നത് 314 ഇൻറ്റു 100 തന്നെയാണ്. ഡിവൈഡഡ് ബൈ 314. ഇവിടെ നമുക്ക് 314, 314 രണ്ടും ക്യാൻസൽ ചെയ്യാം. ദാറ്റ് മച്ച് മീറ്റർ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാ? 100 മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ആർ സ്ക്വയർ ഈക്വൽ ടു 100 മീറ്റർ സ്ക്വയർ. ഇനി ആർ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? ആർ ഇൻറ്റു ആർ. പക്ഷേ നമുക്കിവിടെ വേണ്ടത് റേഡിയസ് അല്ലേ, അതായത് ആർ. അപ്പോൾ ഇവിടെ ആറിൻ്റെ വാല്യൂ കിട്ടണം നമുക്ക്. അപ്പോൾ ആറിൻ്റെ വാല്യൂ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ 100 മീറ്റർ സ്ക്വയറിൽ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചാൽ മതി. ഇനി 100ൻ്റെ സ്ക്വയർ റൂട്ട് കിട്ടാൻ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് പ്രൈം നമ്പേഴ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് 100 ഈവൻ നമ്പർ ആയതുകൊണ്ട് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി ഇവിടെ ഈ 1 2-നേക്കാൾ ചെറുതല്ലേ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡിജിറ്റ് കൂടെ എടുക്കുന്നു. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 2 ഇറ്റ് ഈസ് 5. ഇനി 0 ബ്രിങ് ഡൗൺ ചെയ്യാം. 50യും ഈവൺ ആയതുകൊണ്ട് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ 5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 5 ഡിവൈഡഡ് ബൈ 5 1, ദെൻ 0. ഇനി
ഈ 10നെയും ഞാൻ 5 കൊണ്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. 10 ഡിവൈഡഡ് ബൈ 5 ഇറ്റ് ഈസ് 2. ദെൻ 2 ഡിവൈഡഡ് ബൈ 2 ഇറ്റ് ഈസ് 1. അപ്പോൾ നമുക്കിവിടെ ഈ 100ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എങ്ങനെയാണ് കിട്ടുന്നത്? 2 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 2. ദാറ്റ് ഈസ്, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആർ സ്ക്വയർ ഈക്വൽ ടു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 2. ഈ ആർ സ്ക്വയറിനെ എങ്ങനെ എഴുതാം? ആർ ഇൻറ്റു ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 2. നമുക്ക് വേണ്ടത് ആറിൻ്റെ വാല്യൂ ഇല്ലേ, അപ്പോൾ നമുക്ക് ഇവിടെ ആർ മാത്രമേ വേണ്ടൂ. സോ ആർ ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഇവിടെ 2 2's ഉണ്ട്, അപ്പോൾ ഒരു 2 എഴുതുക. 2 5സിന് ഒരു 5. അപ്പോൾ ആർ ഈക്വൽ ടു 2 ഇൻറ്റു 5 ഇറ്റ് ഈസ് 10. അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് കൂടെ ഉണ്ട്. ഇവിടെ ആർ സ്ക്വയർ ഇല്ലേ, ആർ സ്ക്വയറിനെ എങ്ങനെ എഴുതാം? ആർ ഇൻറ്റു ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു 100നെ ഇനി എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 10 10s are 100. അപ്പോൾ നമുക്ക് 10 meters ഇൻറ്റു 10 meters എന്ന് എഴുതാം. ഇനി നമുക്ക് ആർ അല്ലേ വേണ്ടത്? സോ ആർ ഈക്വൽ ടു 10 meters. ദാറ്റ് ഈസ് റേഡിയസ് ഓഫ് ദ ഗാർഡൻ. ഗാർഡൻ്റെ റേഡിയസ് നമുക്ക് ഇവിടെ കിട്ടി എത്രയാണ്? 10 meters. ഇനി എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? 2 റേഡിയസുകളും കമ്പയർ ചെയ്യണം. അപ്പോൾ ഈ 10 meters എന്നത് ഈ സ്പ്രിങ്ക്ലറിന് നനയ്ക്കാൻ പറ്റുന്ന ഏരിയയുടെ ആ റേഡിയസിനേക്കാൾ ചെറുതല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സിൻസ് 10 meters ഈസ് ലെസ് ദാൻ 12 meters. അതായത് ഗാർഡൻ്റെ റേഡിയസ് എന്നത് സ്പ്രിങ്ക്ലറിന് നനയ്ക്കാൻ പറ്റുന്ന ആ ഏരിയയുടെ റേഡിയസിനേക്കാൾ ചെറുതായതുകൊണ്ട് എന്തെഴുതാം? Sprinkler will water the entire garden. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ 2 വിധത്തിൽ സോൾവ് ചെയ്തു അല്ലേ? ഒന്ന് ഏരിയാസ് കമ്പയർ ചെയ്തും പിന്നെ റേഡിയസുകൾ കമ്പയർ ചെയ്തും. അപ്പോൾ ഈ 2 കേസിലും നമുക്ക് സെയിം റിസൾട്ടാണ് കിട്ടിയത് അല്ലേ? എന്താ കിട്ടിയത്? സ്പ്രിങ്ക്ലർ വിൽ വാട്ടർ ദ എൻറ്റയർ ഗാർഡൻ. അപ്പോൾ നമുക്കിവിടെ ഈ 2 മെത്തേഡ്സും കറക്റ്റാണെന്ന് പറയാം അല്ലേ? ഇനി നമുക്ക് ചിച്ചുവിൻ്റെ മെത്തേഡ് കൂടെ ഒന്ന് നോക്കാം. ഇവിടെയും നമ്മൾ ഏരിയാസാണ് കമ്പയർ ചെയ്യുന്നത്. നമുക്കിവിടെ സർക്കുലർ ഗാർഡൻ്റെ ഏരിയ അറിയാം, 314 meter². ഈ ഏരിയയെ സ്പ്രിങ്ക്ലറിന് കവർ ചെയ്യാൻ പറ്റുന്ന ഏരിയയുമായിട്ടാണ് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത്. ഏരിയ കാണാനുള്ള ഫോർമുല അറിയാം, πr². വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3.14 ഇൻറ്റു 12 meters ഇൻറ്റു 12 meters എന്ന് കിട്ടും. 12 meters എന്ന് വെച്ചാൽ ഇവിടെ സ്പ്രിങ്ക്ലറിന് കവർ ചെയ്യാൻ പറ്റുന്ന ഏരിയയുടെ റേഡിയസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3.14 ഇൻറ്റു 12 12s are 144 meter². ഇനി നമുക്ക് ഏരിയാസ് കമ്പയർ ചെയ്യാം. ഇവിടെ നമുക്ക് 3.14 അല്ലേ, അപ്പോൾ ഗാർഡൻ്റെ ഏരിയയും നമുക്കൊന്ന് മാറ്റി എഴുതാം. 314 ദാറ്റ് ഈസ് ഈക്വൽ ടു 3.14 ഇൻറ്റു 100. അതായത് 3.14 ഇൻറ്റു 100 എന്ന് വെച്ചാൽ 314 തന്നെയാണ്. ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ഏരിയാസ് കമ്പയർ ചെയ്യാൻ ഈസി ആയിരിക്കും. ഇനി ഇവിടെ ഏരിയ 3.14 ഇൻറ്റു 100 അല്ലേ, ഇവിടെയോ 3.14 ഇൻറ്റു 144. അപ്പോൾ ഏത് ഏരിയയാണ് ഗ്രേറ്റർ? ഇവിടെ 144 എന്നത് 100നേക്കാൾ ഗ്രേറ്റർ അല്ലേ? അപ്പോൾ സ്പ്രിങ്ക്ലറിന് നനയ്ക്കാൻ പറ്റുന്ന ഏരിയയാണ് ഗാർഡൻ്റെ ഏരിയയേക്കാൾ ഗ്രേറ്റർ. അപ്പോൾ എന്ത് പറയാം? ദ സ്പ്രിങ്ക്ലർ വിൽ വാട്ടർ ദ എൻറ്റയർ ഗാർഡൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.